ശംഖുപുഷ്പം അല്ലേ? ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിതെന്ന് നമുക്ക് പലർക്കും അറിയാം. മെയിനായിട്ട് നമ്മുടെ കണ്ണിന്, നമ്മുടെ മുടിക്ക്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ നല്ല ബാലൻസ്ഡ് ആവാനും കുടവേറ് കുറയാനും എന്തിന് പനി, ചുമ ഇതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ചെടിയാണ്. അപ്പോൾ ഈ ശംഖുപുഷ്പം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് നല്ല ഹെർബൽ ഡ്രിങ്ക്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഓൺലൈനിലൊക്കെ വാങ്ങാനാണെങ്കിൽ നല്ല റേറ്റ് ആണ്. 25 ഗ്രാമിന് ഏതാണ്ട് 400-500 ആ ഒരു റേറ്റിലായിരിക്കും ഇത് നമുക്ക് ഓൺലൈനിൽ കാണാനാവുക. പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എങ്ങനെയാ നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 8-10 ശംഖുപുഷ്പം ഫ്രഷായിട്ട് പറിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം. ചെറിയ ഉറുമ്പോ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ നമുക്ക് അതായത് ഇതിൻ്റെ ആ ഒരു ഗ്രീൻ കളറിലെ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു അറ്റമൊന്നും നമുക്ക് ആവശ്യമില്ല. അത് ഇതുപോലെ അങ്ങ് ഞൊട്ടി കളഞ്ഞേക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഒരു സോസ് പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൂ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നേരെ അങ്ങ് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഇതങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഈ ഒരു പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ. അതിൻ്റെ ഗുണങ്ങളൊന്നും പുറത്തോട്ട് പോകാൻ പാടില്ല. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ അങ്ങ് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ശംഖുപുഷ്പം വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ ഒരു പൂവിൻ്റെ കളറ് കംപ്ലീറ്റ് നമ്മുടെ വെള്ളത്തിലേക്ക് ഇതുപോലെ ആയി കിട്ടും. നല്ല ബ്ലൂ കളറിലുള്ള വെള്ളം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. ശംഖുപുഷ്പമായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ബ്ലൂ കളറിലുള്ള വെള്ളം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും. ഈ ഒരു ചൂട് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി പൂവെല്ലാം നമുക്കിതുപോലെ അങ്ങ് മാറ്റിയേക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ 2 തരത്തിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഹെർബൽ ഡ്രിങ്ക് ചെറു ചൂടിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. പിന്നെ കളർ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കളറൊന്ന് നേർപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെയും കുടിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹെർബൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ മാജിക്കൽ ഡ്രിങ്ക്, അതിലേക്ക് നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങ ആവശ്യമാണ്. അപ്പോൾ 2ാമത്തെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആ ഒരു തിളപ്പിച്ച വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കുഞ്ഞു മാജിക്ക് കാണാം കേട്ടോ. തേൻ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കുമ്പോൾ ഒരു അടിപൊളി കളറാകും. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പർ പർപ്പിൾ കളർ ഇതാ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞു മാജിക്? ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടും വയറ് കുറയാനൊക്കെ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം ഈ ഒരു ഡ്രിങ്ക് എടുക്കുക. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 ദിവസം വരെ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കാം. അത് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമുക്ക് ഇത് കുടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമ്മുടെ ശരീരത്തിന് കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ ഐസ് ക്യൂബ്സോ ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 2 ടൈപ്പിലുള്ള ഹെൽത്തി ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്